ഇജാണോ ആദ്യം ഇറങ്ങിയ ക്ലാസ്സിന്ന്? ആണോ? അരമണിക്കൂർ മുന്നേ തീർന്നു. ആണോ? വേറെ ആരെയും കണ്ടില്ല. ഹായ് ഫ്രണ്ട്സ്, അപ്പം ഞങ്ങൾക്ക് ഇന്ന് IT ബോർഡ് എക്സാം ആണ്. കുറെ കുട്ടികൾക്ക് IT സബ്ജക്റ്റ് ഇല്ല, പക്ഷെ ഞങ്ങൾക്ക് ഉണ്ട്. ഇന്ന് എത്രാമത്തെ എക്സാമാ? ഇത് നാലാമത്തെ എക്സാം കൂടെ ഉള്ളു കേട്ടോ. ഇനി മലയാളം, പിന്നെ SS. നാളെ അറബിക് സ്റ്റുഡൻസിന്റെ എക്സാം. അവർക്ക് ലീവില്ല, അവർക്ക് ഒരു പകലൊരു രാത്രി മാത്രമേ ഉള്ളൂ. ഇന്ന് പിന്നെ 1:30 വരെ ഇല്ലല്ലോ എക്സാം? ഇല്ല, ഇന്ന് 2 മണിക്കൂറുള്ളൂ. 50 മാർക്കിനാണ് എക്സാം. ITന്റെ 50 ഓൾറെഡി പ്രാക്ടിക്കല് കഴിഞ്ഞു. ഇന്ന് 10:30 to 12:30 വരെ. സോ ഗൈസ്, അപ്പം IT പഠിച്ച് കഴിഞ്ഞു. ആക്ച്വലി ഞാൻ ഇന്നലെയാണ് ഇതിൻ്റെ പോർഷൻസ് എല്ലാം കംപ്ലീറ്റ് ആക്കണത്. ഇന്നലെ കുറേ പേരോട് റിവിഷൻ ചെയ്യണ്ടായിരുന്നു. മീൻസ് ഞങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികളൊക്കെ ചിലപ്പോൾ റിവിഷൻ ചെയ്തിരിക്കും, ഞാൻ മാത്രം IT പഠിച്ച് തീരുന്നത് ഇന്നലെയാണ്. ആലോചിക്കണം. തല പെരുത്തിരിക്കുകയാണ്. സോ ഒരു റിലാക്സേഷന് വേണ്ടി പാട്ട് പാടാമെന്ന് വിചാരിച്ചു. മഴയുണ്ട് കേട്ടോ പുറത്ത്, എന്തല്ലാത്ത പാട്ടാണെങ്കിൽ. അതിന്റെ ലാസ്റ്റ് എന്തോ ഒരു അപശബ്ദം. ഗായ്സ്, സോ ഞാൻ ഫ്രഷ് ആയി, മുടിയൊക്കെ കെട്ടിട്ടോ. ഞാൻ മുടി കെട്ടി കഴിഞ്ഞ് മോയ്സ്ചറൈസർ ഇട്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. ഇനി എന്താ ഇടേണ്ടതെന്നറിയോ? ഇനിയും ഐബ്രോ. DMOക്ക് ഇന്ന് ക്ലാസ് ഉണ്ടോയെന്നൊരു സംശയമുണ്ട്. കാരണം ITന്റെ എക്സാം എല്ലാവർക്കും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളെ സ്കൂളിൽ ചിലപ്പോൾ ഒക്കെ ക്ലാസ് ഉണ്ടാവും. കാരണം അവിടെ ഗ്രൂപ്പിൽ മെസ്സേജ് ഒന്നും വന്നിട്ടില്ല, ക്ലാസ് ഇല്ല എന്ന് പറഞ്ഞിട്ട്. നമുക്ക് വേണമെങ്കിൽ സ്വല്പം മസ്കാര ഇട്ടാലോ എന്ന് വിചാരിക്കാം. സോ ഞാൻ കഴിക്കട്ടെ, എനിക്ക് നല്ല വിശപ്പുണ്ട്. ഫുഡ് കഴിക്കാൻ കഴിഞ്ഞപ്പോഴാണ് വീഡിയോ എടുക്കണം ഓർത്തത്. കാരണം DMOക്ക് സ്കൂളുണ്ടായിരുന്നു. അപ്പം അതിൽ DMOയുടെ ടൈം ടേബിൾ എടുത്ത് വെക്കണതും ലഞ്ച് ബോക്സ് എടുത്ത് വെക്കണതിൻ്റെ ഒക്കെ തിരക്കിലായിരുന്നു ഗൈസ്. അതിൻ്റെ DMO 2 ബുക്ക് കാണാനില്ല. ഞങ്ങൾ സാധാരണ ദേവൂന് എക്സാം ഉള്ള സമയത്ത് DMOക്ക് ക്ലാസ് ഉണ്ടാവാറില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചിരുന്നു ദിയക്ക് ക്ലാസ് ഇല്ല വിചാരിച്ച് നിൽക്കുന്നു. അപ്പം ഉണ്ട് ഗ്രൂപ്പിൽ മെസ്സേജ് ഒന്നും കാണാനില്ല. DMOളാണെങ്കിൽ എണീറ്റിട്ടുമില്ല. അപ്പം പിന്നെ പെട്ടെന്ന് നോക്കിയപ്പോൾ DMO റെഡി ആയോ? ഇത്ര പെട്ടെന്നോ? സ്കൂളൊന്നും 8:28 ഞാൻ എണീച്ചത്. സാധാരണ 8:30 ബസ്, സ്കൂൾ ബസ്. ഇന്നിപ്പോ സ്കൂൾ ബസ് മിസ്സായി DMOക്ക്. പിന്നെ നീ ചേച്ചീനെ അവിടെ സ്കൂളിലാക്കിയിട്ട് വേണം DMOക്ക് പോവാൻ. പോയിക്കോ. എനിക്ക് ബുക്കൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതാക്കണ ആ ബാഗിന്ന് ചേച്ചീന്റെ. DMO കളിക്കാൻ വേണ്ടിട്ട് വേറെ ബാഗില് ബുക്കൊക്കെ വെച്ച് ടീച്ചറൊക്കെ ആയി കളിക്കാൻ വേണ്ടി വെച്ചതാണ്. MS-ന്റെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോ? പിന്നെ ഇത് മാത്സ് വർക്ക് ബുക്ക് ഉണ്ടോ? അത് MS-ന്റെ ഒരു വെറുതെ നന്നായിട്ട് എഴുതുക, കുറെ വട്ടം ക്വസ്റ്റ്യൻ വായിക്കുക, എന്നിട്ട് ആൻസർ ചെയ്യുക. DMO ഇന്നൊരു പീരീഡ് ലേറ്റ് ആവും. അല്ലെങ്കിൽ അല്ലേ? ആണോ? അല്ലേ, ചേച്ചിന്റെ സ്കൂളില്. രാജാ ഒക്കെ പറഞ്ഞ പോലെ DMO നന്നായിട്ട് പഠിക്കുക, മിടിക്കാവാ.
ഫ്രണ്ട്സ് അപ്പം എത്താനായിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് റേറ്റ് തരുന്നു. ഞാൻ സ്കൂളിലെത്തി. കുറച്ചൊന്ന് ബുക്കൊന്ന് നോക്കിയിട്ട് ഓക്കെ, ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ സമയമില്ല. ഞങ്ങൾ ദിയമോളെ കൊണ്ടാകട്ടെ ഫ്രണ്ട്സ്. അപ്പോൾ ദിയമോളെ ക്ലാസ്സിൽ കയറ്റി ഞാൻ തിരിച്ചു പോകും. ക്ലാസ്സിൽ കയറുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അവൾ ഓടി കയറിയപ്പോൾ. പിന്നെ അപ്പം ഞാൻ തിരിച്ചു പോകണം. അപ്പം ദേവന് ക്ലാസ് കഴിയുമ്പോൾ പോകണം. ദിയമോൾക്ക് പിന്നെ വൈകുന്നേരം സ്കൂൾ ബസ്സുണ്ട്, അതിൽ തിരിച്ചു വന്നു. ഓക്കെ, ബൈ. മക്കളെ, ദേവ് വരാറായി. ഇന്നത്തെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല, പോയി ചോദിക്കാം. ഞാനാണിന്ന് ദേവുവിനെ കൊണ്ടുവരാൻ പോണത്. ആറ്റയ്ക്കുള്ളൂ. നേരം വളരെ വൈകി. ഫ്രണ്ട്സ്, ഞാനിവിടെ എത്തി. ക്ലാസ് കഴിഞ്ഞു തോന്നുന്നു. ഇതാണോ ആദ്യം ഇറങ്ങിയ ക്ലാസ്സിൽ നിന്ന്? ആണോ? അരമണിക്കൂർ മുന്നേ തീർന്നു. ആണോ? വേറെ ആരെയും കണ്ടില്ല. സാധാരണ എക്സാമിന് കഴിഞ്ഞ് ഇവിടെ ക്ലാസ്സിനോണ്ട് ടോയ്ലറ്റിന്റെ അവിടെയാണ് ബാഗ്. ആണോ? അവിടെ പോയിട്ട് എല്ലാരും. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? കുഴപ്പമില്ല, എന്നാലും കുഴപ്പമില്ല. എല്ലാ സബ്ജക്റ്റിനെ വെച്ച് നോക്കുമ്പോ എന്നാ പോയാലോ? ഞാൻ അവിടെ നോക്കണത്, അവിടെ വന്നില്ലേ. ഞാൻ അന്നെപ്പോഴൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല, കുറച്ച് കഴിഞ്ഞിട്ടേ പ്രതീക്ഷിന്റെ ലാസ്റ്റ് കഴിഞ്ഞത്. പോയാലോ? ഗൈസ്, എക്സാം കഴിഞ്ഞു. ഹലോ. കഴിഞ്ഞിറങ്ങി. ദേവാണ് ആദ്യം ഇറങ്ങിയത്. വേറെ കുട്ടികളൊന്നും വന്നിട്ടില്ല. ദേവ് ഇറങ്ങി. ഞാന് എഴുതി കഴിഞ്ഞു. ഒരു 15-20 മിനിറ്റ് അയ്യോ, കൊഴപ്പല്ലേന്നു. എന്താ, എല്ലാ സബ്ജക്റ്റും വെച്ച് നോക്കുമ്പോ കൊഴപ്പല്ലേന്നു. അപ്പൊ എല്ലാ സബ്ജക്റ്റും അതാ ദീന. ഇവാന കണ്ടിന്റെ അവിടെ തന്നെ. എല്ലാവർക്കും സെറ്റ് 4 തന്നെ ആയിരുന്നു. കുഴപ്പമില്ല. ഫ്രണ്ട്സ്, നമ്മൾ നമ്മുടെ കരിമ്പ് ജ്യൂസ് കുടിക്കാൻ വന്നു. നമ്മളെ ചേട്ടനാണ്. ഉണ്ട്. നമ്മളെ ഏട്ടനാട്ടോ. ഏട്ടങ്ങളെ പേരെന്താ? ബാബുരാജ്. ബാബുരാജ് ഒരു പാട്ടുകാരനല്ലേ? ഇവിടെ അടുത്തുള്ളവരൊക്കെ ബാബുവേട്ടന്റെ കടയിൽ പറഞ്ഞു കേട്ടോ. കരിമ്പ് ജ്യൂസ്. ഞങ്ങള് യൂട്യൂബേഴ്സാണേ. ഞാൻ മോരും വെള്ളമൊക്കെ കുടിച്ചു. അടിപൊളി. സോഡയാണ്, മോരും സോഡ. അമ്മ ഇതാണ് ഇത് കരിമ്പൻ ജ്യൂസാണ് കുടിച്ചത്. ഞാൻ അവിടെ വന്നിട്ട് ഇതിന് മുന്നേ വന്നപ്പോൾ കരിമ്പൻ ജ്യൂസ് കുടിച്ചപ്പം ഞാൻ കരിമ്പൻ ജ്യൂസ് കുടിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ മറ്റേ മോരും വെള്ളം കണ്ടത്. അങ്ങനെ ഞങ്ങൾ നിക്കിമോളെ അടുത്തെത്തിട്ടോ. നിക്കിമോളെ വീട്ടിലെത്തിട്ടോ. ഞങ്ങള് ഇതാണ് നിക്കിമോള്. കണ്ടോ? ഇവളെ ഞങ്ങൾ തുള്ളിച്ചി എന്നും വിളിക്കാറുണ്ട്. തുള്ളിച്ചി. എന്താ ഈ മണത്തോക്കണേ?
ഞങ്ങളൊരു കരിമ്പിൻ ജ്യൂസ് മാത്രമേ കുടിച്ചിട്ടുള്ളൂ. ഞങ്ങളെ ഒരു കരിമ്പിൻ ജ്യൂസ് മാത്രമേ കുടിച്ചിട്ടുള്ളൂ നിൽക്കുമ്പോളെ, വേറെ ഒന്നും കുടിച്ചിട്ടില്ല കേട്ടോ. ഇനി ഞാൻ ഫ്രഷ് ആവട്ടെ ഗൈസ്. നമ്മളെ എക്സാമിന് ഇനി ആകെ ഒരാഴ്ച ഉള്ളൂ. പക്ഷേ ഒരാഴ്ച കംപ്ലീറ്റ് ലീവല്ല, 5 ദിവസം മലയാളത്തിന് ലീവ്. അതിന് നാളെയും മറ്റന്നാളും SS പഠിക്കണം. അത് ഇനി 3 ദിവസം മതി മലയാളത്തിന്. മലയാളം ഈസി സ്കോർ ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കാം. ഞാൻ അവരോട് രാവിലെ അവരോട് പറഞ്ഞു, എൻ്റെ അടുത്ത് നിന്ന് അധികം പ്രതീക്ഷിക്കരുത് ഫ്രണ്ട്സ്. അപ്പം ഞാൻ എക്കണോമിക്സ് എന്നാണ് ഫസ്റ്റ് തുടങ്ങുന്നത്. കാരണം എക്കണോമിക്സ് എനിക്ക് ഭയങ്കര ടഫാണ്. എക്കണോമിക്സും ഹിസ്റ്ററിയും കുറേ പേർക്ക് എക്കണോമിക്സും ഹിസ്റ്ററിയും ഭയങ്കര സിമ്പിളാണ് പറയുന്നത് കുറേ പേരുണ്ട്. പക്ഷേ എനിക്ക് ഒന്നും കൂടെ സിമ്പിളായിട്ട് തോന്നിയത് ജോഗ്രഫിയും പൊളിറ്റിക്സും ആണ്. പൊളിറ്റിക്സ് കുഴപ്പമില്ല, പക്ഷെ കമ്പാരിറ്റീവ് നോക്കുകയാണെങ്കിൽ സിമ്പിൾ എനിക്ക് അതാ തോന്നിയത്. അപ്പം ഞാൻ ടഫിൽ നിന്നും തുടങ്ങാന്ന് വിചാരിച്ചു. അപ്പൊ ഇനി എക്കണോമിക്സ് സ്റ്റാർട്ട് ആക്കാൻ വിചാരിച്ചു. ഇന്ന് പഠിക്കാനിരിക്കാൻ ഒരുപാട് വൈകി കേട്ടോ. കാരണം എന്താ വെച്ചാൽ സാധാരണ സ്കൂൾ വിട്ട് വന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് പഠിക്കാതിരിക്കുന്നതാണ്. ഇപ്പൊ സമയം 5 മണി ആവാറായി. അപ്പോൾ ഇന്ന് കുറച്ച് നേരം വൈകി ഇരിക്കാനും. അപ്പൊ എന്നാ വേഗം പഠിച്ചോളൂ. ടെക്സ്റ്റ് നോക്കി കഴിഞ്ഞാൽ ഇരുന്നില്ല, അപ്പത്തേനും ആയിക്കോട്ടെ വരാൻ തുടങ്ങി. ആയിക്കോട്ടെ. അപ്പൊ ഞാന് എക്കണോമിക്സ് ഫസ്റ്റ് ചാപ്റ്ററിന് എനിക്ക് ടെക്സ്റ്റ് നോക്കി കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവൂല. അപ്പം ടെക്സ്റ്റ് വായിച്ച് ഇന്ന് എന്തെങ്കിലും മനസ്സിലാക്കിയിട്ട് പിന്നെ ഞാൻ ഈ കീ പോയിന്റ്സ് ഞാൻ ChatGPT-നോട് ചോദിച്ചു. അപ്പോൾ കുറച്ച് കീ പോയിന്റ്സ് തന്നു. അപ്പം കുറച്ചുള്ളൂ, അത്ര തന്നെ ഉള്ളൂ ചാപ്റ്ററിനും. അപ്പം അത് അങ്ങനെ ഒന്ന് എഴുതിയെടുത്തിട്ട് പഠിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാകുമ്പോൾ കുറച്ചുകൂടെ സുഖമാവും. എന്തൊക്കെ കണ്ടന്റുകളാണ് ഈ ചാപ്റ്ററിൽ ഉള്ളതെന്ന് മനസ്സിലാവും. എൻ്റെ എക്സാം അവസാനിക്കണം ആ ഒരു ദിവസമല്ല, എക്സാം കഴിഞ്ഞ് പിന്നെ ഒരാഴ്ചയായിട്ട് കഴിഞ്ഞിട്ടാണ് നിങ്ങളെ എക്സാം, കേരള സിലബസിൻ്റെ എക്സാം. അപ്പം CBSE-ൻ്റെ എക്സാം ഓൾറെഡി നേരത്തെ കഴിഞ്ഞിട്ടുണ്ടാവും. എനിക്കറിയാം, എൻ്റെ ഫ്രണ്ട് സ്റ്റേറ്റിലാണ്. അപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് മോഡൽ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്, അടുത്ത മാസം മാർച്ചിലാണ് അവർക്ക് SSLC എന്ന് പറഞ്ഞിരുന്നു. അപ്പം നല്ലോണം പഠിക്കാം, ഹാർഡ് വർക്ക് ചെയ്യാം, അത്രേ പറയാനുള്ളൂ. എഫേർട്ട് എടുക്കുക, അത് തന്നെ, എഫേർട്ട് എടുക്കുക, അത്രേ ഉള്ളൂ. ആരെയും കാണിക്കാനും വേണ്ടി എഫേർട്ട് എടുക്കരുത്. നിങ്ങൾക്ക് പഠിക്കണം, മാർക്ക് വാങ്ങണം എന്ന് വിചാരിച്ചിട്ട് എഫേർട്ട് എടുക്കുക. ഫുൾ A+ വാങ്ങണം എന്ന് വിചാരിച്ചിട്ട് എഫേർട്ട് എടുക്കുക. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.